ഹലോ എവ്രിവൺ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നാഥജ്യോതിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പ്രപഞ്ചശക്തിയായ ആ ഈശ്വരൻ നിങ്ങൾക്ക് എന്ത് മെസ്സേജാണ് അല്ലെങ്കിൽ എന്തൊക്കെ മെസ്സേജാണ് തരാൻ പോകുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നിങ്ങളുടെ ഇഷ്ട ദൈവത്തിനെ മനസ്സിൽ നല്ലതുപോലെ ധ്യാനിക്കുക. അതിനുശേഷം ആ ദൈവത്തോട് ചോദിക്കുക, ആ ഈശ്വരനാണ് ഇപ്പോൾ നിങ്ങളെവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ മെസ്സേജ് കാണിച്ചു തരാൻ പോകുന്നതും അതേ ഈശ്വരൻ തന്നെയാണ്. നിങ്ങൾ ഇഷ്ടദേവൻ ആരാണോ അല്ലെങ്കിൽ ഇഷ്ടദേവത ആരാണോ ആ ഈശ്വരൻ തന്നെയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ കാട്ടിത്തരാൻ പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ നന്നായി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ഈ മെസ്സേജ് കാണുക. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന റീഡിംഗ് ആണിത്. ആൻഡ് ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, അതുപോലെ ജനറൽ റീഡിംഗ് ആണ്. എപ്പോഴാണോ നിങ്ങളിത് കാണുന്നത് അപ്പോഴാണ് നിങ്ങൾക്കിത് റെസണേറ്റ് ആവുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ കാർഡ്സായിട്ട് നോക്കാം. ഫസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് ആക്ട് വിത്ത് വിസ്ഡം, ജ്ഞാനത്തോടു കൂടി പെരുമാറുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ അറിവുണ്ട്. നിങ്ങൾ ഏത് പ്രൊഫഷനിൽ നിൽക്കുന്നവരാണെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ അറിവുണ്ട്. ഇനി പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ പോലും നിങ്ങളുടെ ഉള്ളിൽ ജ്ഞാനമുണ്ട്, അറിവുണ്ട്. ആ അറിവിനെ ഉപയോഗിക്കുക, ശരിയായ രീതിയിൽ ഉപയോഗിക്കുക. അങ്ങനെ ഉപയോഗിക്കുന്നതിലൂടെ നിങ്ങൾക്ക് റെസ്പെക്റ്റ് ലഭിക്കുന്നതാണ്. സോ ജ്ഞാനത്തോടുകൂടി പെരുമാറുക, ഓവർ ഡ്രമാറ്റിക് ആവാതിരിക്കുക. നിങ്ങൾക്ക് ഹിതമല്ലാത്ത പെരുമാറ്റം ആരിൽ നിന്നെങ്കിലും ഉണ്ടായാൽ അവരെ അവോയ്ഡ് ചെയ്ത് കളയുക. റിയാക്ട് ചെയ്യാൻ പോകാതിരിക്കുക. അനാവശ്യമായി റിയാക്ട് ചെയ്ത് നിങ്ങളുടെ മനസ്സമാധാനം കളയാതെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവരെ അവോയ്ഡ് ചെയ്ത് കളയുക. അതും ഒരു അറിവാണ്, അതും ജ്ഞാനത്തിൽ നിന്നുണ്ടാവുന്നതാണ്. എക്സ്റ്റേണൽ നോയ്സിനെ നിങ്ങൾ ഒഴിവാക്കുക, ജ്ഞാനത്തോടു കൂടി പെരുമാറുക. സോ നിങ്ങൾ റിയാക്ട് ചെയ്തില്ലെങ്കിൽ അവർക്ക് നിങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ ആ ഒരു അറിവോടുകൂടി പെരുമാറാൻ നിങ്ങളുടെ ഇഷ്ട ദൈവത നിങ്ങളോടിപ്പോൾ പറയുകയാണ്. സെക്കൻഡ് കാർഡ് നമുക്ക് നോക്കാം. സോൾ സാറ്റിസ്ഫാക്ഷൻ. എന്ത് കർമ്മം ചെയ്യുമ്പോഴാണോ നിങ്ങളുടെ ആത്മാവിന് ശാന്തി കിട്ടുന്നത് ആ കർമ്മം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതൊരു റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ. ഇപ്പോൾ നിങ്ങളെല്ലാവരും ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പിലേക്ക് തള്ളിവിടാൻ അല്ലെങ്കിൽ ഒരു വിവാഹം കഴിപ്പിക്കാനായിട്ട് നിർബന്ധിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ നിങ്ങളുടെ ഉള്ളിലറിയായിരിക്കും എനിക്കിതല്ല വേണ്ടത്, എനിക്ക് മറ്റൊന്നാണ് വേണ്ടത്. അപ്പോൾ നിങ്ങളുടെ ആത്മാവിന് ശാന്തി തരുന്നത് എന്താണോ അത് നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഓക്കെ, അതുപോലെ പ്രൊഫഷൻ ചൂസ് ചെയ്യുമ്പോഴും നിങ്ങളുടെ ആത്മാവിന് സന്തോഷം തരുന്ന ഈ കരിയർ അല്ലെങ്കിൽ ഈ പ്രൊഫഷൻ ചൂസ് ചെയ്താൽ മാത്രമേ എനിക്ക് സന്തോഷം ലഭിക്കൂ എന്ന് നിങ്ങൾക്ക് തോന്നുന്ന പ്രൊഫഷൻ അത് തിരഞ്ഞെടുക്കുക. എസ്പെഷ്യലി മ്യൂസിക് ഫീൽഡിലൊക്കെ ഉള്ളവരാണെങ്കിൽ, ആർട്ടുമായിട്ട് ബന്ധപ്പെട്ട് മ്യൂസിക്കുമായി ബന്ധപ്പെട്ടൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് ഈ കൂടുതൽ ഈ ഒരു കാർഡ് റെസണേറ്റ് ആവും. സോ അങ്ങനെയുള്ളവർക്കാണ് ഈ മെസ്സേജ് വരുന്നത്. എന്താണോ നിങ്ങളുടെ ആത്മാവിന് സംതൃപ്തി തരുന്നത്, റിലേഷൻഷിപ്പ് ആയാലും പ്രൊഫഷൻ ആയാലും അതിനെ തിരഞ്ഞെടുക്കാനാണ് പറയുന്നത്. എക്സ്റ്റേണൽ നോയ്സ്, മറ്റുള്ളവർ നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചാൽ അതിനെ നിന്നു കൊടുക്കാതിരിക്കുക. അങ്ങനെയുള്ളവരെ അവോയ്ഡ് ചെയ്യാൻ വീണ്ടും സ്ട്രോങ് ആയിട്ട് മെസ്സേജ് പറയുകയാണ്. നിങ്ങളുടെ ഇഷ്ടദേവത നിങ്ങളോട് പറയുകയാണ്. അടുത്ത കാർഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് പ്രോസ്പെരിറ്റി. സോ നിങ്ങളുടെ ഉള്ളിലേക്ക് വളരെ സമൃദ്ധി വന്ന് നിറയുന്ന ഒരു സന്ദേശമാണ് വന്നിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും നിങ്ങൾ ചെയ്യുമ്പോൾ തന്നെ സമൃദ്ധിയിലേക്കുള്ള വഴി ആയിക്കഴിഞ്ഞു. ശരിയല്ലേ? ജ്ഞാനത്തോടു കൂടി നമ്മൾ പെരുമാറുമ്പോൾ നമ്മളുടെ മനസ്സിൻ്റെ ശാന്തിയാണ് ഏറ്റവും വലുതെന്ന് നമ്മൾ ഉറപ്പിച്ച് കഴിയുമ്പോൾ തന്നെ പകുതി നമ്മൾ രക്ഷപ്പെട്ടു. അതിനുശേഷം നമ്മളുടെ ആത്മാവിന് ശാന്തി ലഭിക്കുന്നതിനെ ചൂസ് ചെയ്ത് കഴിയുമ്പോൾ രണ്ടാമത്തെ വിജയം നമ്മൾ കൈവരിച്ചു. ഇത് രണ്ടും നേടിക്കഴിഞ്ഞാൽ മൂന്നാമത് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ അടുത്ത് വരുന്ന സംഭവമാണ് പ്രോസ്പെരിറ്റി എന്ന് പറയുന്നത്. ഇത് രണ്ടും നിങ്ങൾ നേടി, ശാന്തിയും നേടി, നിങ്ങളുടെ ആത്മാവിന് വേണ്ടത് എന്താണോ അതും നിങ്ങൾ തിരഞ്ഞെടുത്തു. സോ പ്രോസ്പെരിറ്റി അതിനെ ഫോളോ ചെയ്ത് വരും. നിങ്ങളുടെ ഉള്ളിൽ ആദ്യം സമ്പത്ത് വന്ന് നിറയും, സമൃദ്ധി നിങ്ങളുടെ ഉള്ളിൽ നിറയും. അതിനുശേഷം അത് പുറത്ത് റിഫ്ലക്റ്റ് ആവാനായിട്ട് തുടങ്ങും. സോ അതാണ് ഈ മെസ്സേജ്, ഈ കാർഡ് നമ്മളോട് പറയുന്നത്. ഇനി നമുക്ക് ഫോർത്ത് കാർഡ് നോക്കാം. വിഷസ്. സോ മാനിഫെസ്റ്റേഷൻ പവർ ഇപ്പോൾ നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് വേണ്ടത് നേടിയെടുക്കാൻ മാനിഫെസ്റ്റ് ചെയ്യാനുള്ളൊരു പവർ നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങളുടെ ഒരു ആഗ്രഹം ഉടനെ തന്നെ സാധിക്കുന്നതാണ്. സോ കെയർഫുള്ളായിട്ട് വിഷ് ചെയ്യുക.
സോ നെഗറ്റീവായിട്ടൊന്നും വിഷ് ചെയ്യരുത്. നിങ്ങളെ ദ്രോഹിക്കുന്നവർക്കെതിരെ ഒന്നും വിഷ് ചെയ്ത് കളയരുത്. നിങ്ങളുടെ നല്ലതിന് വേണ്ടി മാത്രമേ വിഷ് ചെയ്യാൻ പാടുള്ളൂ. എന്താണോ നിങ്ങൾക്ക് ഉയർച്ച നല്ലത് തരുന്നത് അത് നിങ്ങൾക്കറിയാം. അതിന് തിരഞ്ഞെടുക്കാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. തിരഞ്ഞെടുത്ത് അതിനെ മാനിഫെസ്റ്റ് ചെയ്യുക, അതിനെ വിഷ് ചെയ്യുക, കെയർഫുള്ളായിട്ട് വിഷ് ചെയ്യുക. നെഗറ്റീവ് തോട്ട്സ് എല്ലാം ഒഴിവാക്കി പോസിറ്റീവായിട്ട് നിങ്ങളുടെ ആഗ്രഹത്തെ മാനിഫെസ്റ്റ് ചെയ്യുക. ഉറപ്പായിട്ടും നിങ്ങളുടെ ആ ഒരു ആഗ്രഹം നടക്കും, ഉറപ്പായിട്ടും നടക്കും എന്ന് നിങ്ങളുടെ ഇഷ്ടദേവത നിങ്ങളോട് പറയുകയാണ്. ഓക്കെ, അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് റെസൊനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഇഷ്ടദേവതയുടെ പേര് പറഞ്ഞുകൊണ്ട് കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.